അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇതുപോലത്തെ ഫ്രൈഡ് റൈസാണ് പരിചയപ്പെടുത്തുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കണം. നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. എന്തൊക്കെയൊക്കെ ഇടുകയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ചൈനീസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കടായി. അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവാള അരിഞ്ഞ് വെച്ചത് ചെറുതാക്കി അരിഞ്ഞതാട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ലൈക്ക് അടിക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കണേ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ച ക്യാരറ്റ്, പിന്നെ ഗ്രീൻ പീസ് കുറച്ച്, ക്യാപ്സിക്കോ മുളക് ചെറുതാക്കി അരിഞ്ഞത്, ഇത് മൂന്നാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വേറെ ഞാൻ അതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വാടിയാൽ മതി കേട്ടോ, ഓവറായിട്ട് വാടണ്ട. ഇതിങ്ങനെ അങ്ങോട്ടും കൂടെ മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൂന്ന് മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുക കുറച്ച്. ഇത് ചൈനീസ് ചിക്കനാണ്. ചൈനീസ് ചിക്കൻ ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇതിന് അടുത്തായിട്ട് വീഡിയോ വിടുന്നതായിരിക്കും. ഒന്ന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, വളരെ കുറച്ച്. പിന്നെ സോയാ സോസാണ്. സോയാ സോസ് നമുക്ക് പകർന്നു കൊടുക്കാം. ഇനി അത് ഇളക്കണതിൻ്റെ മുന്നേ ഞാൻ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ബസ്മതി റൈസാണ്.
ഞാനിത് ഉച്ചയ്ക്ക് എനിക്ക് ചോറ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണി റൈസ് ആയാലും കുഴപ്പമില്ല. ബസ്മതി റൈസ് ആകുമ്പോൾ കുറച്ച് നീളം ഉണ്ടാവും. കണ്ടോ, ഇതിട്ട് കൊടുക്കുന്നത്. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറ് കുറച്ച് കളറ് കൂട്ടി ഉണ്ടാക്കിയ കേട്ടോ, സഫറാൻ ഇട്ടിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിങ്ങനെ ആക്കി കൊടുക്കാം, വല്ലാതെ ഒടയാതെ. ഇനി ഉപ്പില്ലേ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ചോറിട്ട് കഴിഞ്ഞാൽ തീ സ്ലോ ആയി കൊടുക്കണം. ഫ്രൈഡ് റൈസ് സാറായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കണ്ടോ, വേറെ വേറെ കണ്ടോ. അപ്പോൾ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക കേട്ടോ. പക്ഷേ അതിന് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.